ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു എക്സാമ്പിൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വി ഈക്വൽ ടു R2. R2 എന്ന് പറയുന്നത് എന്താ? ദ സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് റിയൽ നമ്പേഴ്സ് ഈസ് എ വെക്ടർ സ്പേസ് വിത്ത് യൂഷ്വൽ അഡീഷൻ ആൻഡ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്, രണ്ട് ഓപ്പറേഷൻ തന്നിട്ടുണ്ട്. നമുക്കത് വെക്ടർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്താ നമ്മുടെ സെറ്റ്? R2 ആണ് നമ്മുടെ സെറ്റ്. R2ലെ എലമെന്റ്സിനെ എങ്ങനെയാ മനസ്സിലാക്കുക? ഒരു എലമെന്റ് ഞാൻ തന്ന അത് R2 ആണെന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? R2ല് രണ്ട് കമ്പോണന്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ 3,4. ഇത് R2ലെ എലമെന്റ് ആണ്, കാരണം ഇത് രണ്ട് കമ്പോണന്റ് ഉണ്ട്. മാത്രമല്ല ഓരോ കമ്പോണന്റും, ഇവിടുത്തെ ഫസ്റ്റ് കമ്പോണന്റ് 3 ആണ്, അടുത്തത് 4 ആണ്. ഓരോരുത്തരും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അനദർ എക്സാമ്പിൾ I,0. ഇത് R2ലെ എലമെന്റ് ആണോ? ഇതിന് നോക്കുമ്പോൾ ഇതിന് രണ്ട് കമ്പോണന്റ് ഉണ്ട്, പക്ഷെ ഇത് റിയൽ നമ്പേഴ്സ് ആണോ? 0 റിയൽ നമ്പർ ആണ്. വാട്ട് അബൌട്ട് I? I ഈസ് നോട്ട് എ റിയൽ നമ്പർ, അത് കോംപ്ലക്സ് നമ്പർ ആണ്. സോ ഇറ്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു R2. ഓക്കെ, ഇപ്പോൾ ഒരു എലമെന്റ് R2ൽ ഉണ്ടാവണമെങ്കിൽ ഓരോ കമ്പോണന്റ് റിയൽ നമ്പേഴ്സ് ആയിരിക്കണം, അതിന് രണ്ട് കമ്പോണന്റ് ഉണ്ടാവണം. R3 ആണെങ്കിൽ 3 കമ്പോണന്റ് ഉണ്ടാവും. ഓക്കെ, ഇനി എങ്ങനെയാ അവർ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താ? അഡീഷൻ ഒക്കെ എങ്ങനെയാ നമ്മൾ R2ൽ ഇങ്ങനെ അഡീഷൻ ചെയ്യുക, ആഡ് ചെയ്യുക? +2 പഠിച്ചിരിക്കുന്നതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു തന്നതാണ്, ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അഡീഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്നുള്ളതും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു പ്രൂവ് 10 പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? ക്ലോഷർ പ്രോപ്പർട്ടി. ക്ലോഷർ പ്രോപ്പർട്ടി പ്രകാരം എന്താണ് അത് നമ്മൾ എങ്ങനെയാ പ്രൂവ് ചെയ്യേണ്ടത്? ക്ലോഷർ പ്രോപ്പർട്ടി പ്രകാരം രണ്ട് എലമെന്റ് എടുക്കും നമ്മൾ വിയിലെ, രണ്ടും കൂടി ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ അത് എവിടെ ഉണ്ടായിരിക്കണം? വിയിൽ തന്നെ ഉണ്ടാവണം അല്ലേ? അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മുടെ ഈ എക്സാമ്പിളിൽ വി എന്ന് പറയുന്നത് എന്താ? R2 ആണ്. അപ്പൊ നമ്മൾ R2ലെ രണ്ട് എലമെന്റ് ആണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ എ എന്ന് പറയുന്നതിന് പകരം ഞാൻ എടുക്കുന്നത് A1, A2, കാരണം രണ്ട് കമ്പോണന്റ് വേണമല്ലോ. ഇനി ബി എന്ന് പറയുന്നതിന് പകരം ഞാൻ എടുക്കുന്നത് B1, B2. അങ്ങനെ രണ്ട് എലമെന്റ് എടുത്തു, രണ്ട് എലമെന്റും കൂടി ഞാൻ ആഡ് ചെയ്തു. ആഡ് ചെയ്ത് വരുമ്പോൾ അപ്പൊ എങ്ങനെയാ ആഡ് ചെയ്യുക? കമ്പോണന്റ് വൈസ് ആണ് ആഡ് ചെയ്യുക. ആദ്യം ഫസ്റ്റ് കമ്പോണന്റുകൾ തമ്മിൽ ആഡ് ചെയ്തു, പിന്നീട് സെക്കൻഡ് കമ്പോണന്റ് തമ്മിൽ ആഡ് ചെയ്തു. ഈ ആഡ് ചെയ്ത എലമെന്റ് R2ലെ എലമെന്റ് ആണോ? എങ്ങനെയാ അത് ചെക്ക് ചെയ്യുക? ഇതിന് രണ്ട് കമ്പോണന്റ് ഉണ്ട്, ഇതിലത്തെ ഓരോ എലമെന്റും എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. കാരണം A1 റിയൽ നമ്പർ ആണ്, B1 റിയൽ നമ്പർ ആണ്. സോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിയൽ നമ്പറേ കിട്ടുള്ളൂ. അതുപോലെ ഇതും റിയൽ നമ്പർ ആണ്. സോ ഇറ്റ് ബിലോങ്സ് ടു R2. സോ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ്. വാട്ട് അബൌട്ട് ദ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് A+B = B+A എന്നതാണ്. ഇവിടെ A എന്ന് പറയുന്നത് എന്തായിരിക്കും? A1, A2. B എന്ന് പറയുന്നത് എന്താണ്? B1, B2 ഈക്വൽ ടു B+Aയിലെ B എന്ന് പറയുമ്പോൾ B1, B2, A എന്ന് പറയുന്നത് A1, A2. വി ഹാവ് ടു പ്രൂവ് ദിസ്. എങ്ങനെയത് പ്രൂവ് ചെയ്യുക? നമ്മൾ ആദ്യം LHS എടുക്കുന്നു. ഇതാണ് LHS. LHS എടുത്ത് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. ഇനി നമ്മൾ RHS എടുക്കുന്നു. RHS എന്താ വരിക? B1, B2 + A1, A2. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? B1 + A1, B2 + A2. ഇനി ഇത് രണ്ടും കൂടെ നോക്കി നോക്കൂ, ഇത് രണ്ടും സെയിം അല്ലേ? അതെ. സോ LHS = RHS ആണ്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ പ്രോപ്പർട്ടിയും ഓക്കെ ആണ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ദാറ്റ് ഈസ് വി ഹാവ് ടു പ്രൂവ് A+B + C = A+B + C. അപ്പൊ നമ്മുടെ ഇവിടുത്തെ സെറ്റ് R2 ആയതുകൊണ്ട് നമ്മൾ എക്ക് പകരം എന്തെടുക്കും? A1, A2, ബിക്ക് പകരം B1, B2, സിക്ക് പകരം C1, C2. നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ നേരത്തെ പ്ലസ് ആണ് ഇട്ടിരുന്നത്, ഞാനതിപ്പോൾ കോമയാക്കിയിട്ടുണ്ട് കേട്ടോ. ബിക്ക് പകരം നമ്മൾ B1, B2 എന്നും സിക്ക് പകരം ഞാൻ C1, C2 എന്നാണ് എടുക്കുക. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? LHS = RHS എന്ന്. സോ ഫസ്റ്റ് വി ടേക്ക് LHS. LHS ഞാൻ എടുക്കുന്നു. ഇനി ആദ്യം നമ്മൾ ബ്രാക്കറ്റിലുള്ളത് ആഡ് ചെയ്യുന്നു, പിന്നെ ഔട്ട് സൈഡിലുള്ള A1, A2 ആയിട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി. ഇതാണ് LHS. ഇനി RHS എങ്ങനെ ചെയ്യുക? RHS എടുക്കുക, ആദ്യം നമ്മൾ ഈ ബ്രാക്കറ്റിലുള്ളത് ആഡ് ചെയ്യുക, അതിനുശേഷം ആ ആഡ് ചെയ്തതിനെ ഈ C1, C2 ആയിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സെയിം റിസൾട്ട് തന്നെ കിട്ടും. സോ വി ക്യാൻ പ്രൂവ് ദാറ്റ് LHS = RHS. ഇത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ R2ലെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും. വാട്ട് അബൌട്ട് ദ സീറോ വെക്ടർ? എങ്ങനെയാ സീറോ വെക്ടർ കാണുക? എയുടെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് A തന്നെ കിട്ടുക? ആ എലമെന്റ് ആണ് നമ്മുടെ സീറോ വെക്ടർ. ഇവിടെ എക്ക് പകരം എന്താണ്? A1, A2. A1, A2ന്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് A1, A2 തന്നെ കിട്ടുക? 0, 0 ആഡ് ചെയ്താ അല്ലെ? 0, 0 ആഡ് ചെയ്താലാണ് A1, A2. സോ 0, 0 എന്ന് പറയുന്നത്
R2 എലമെന്റ് ആണ്. ക്ലിയർലി ഇറ്റ് ബിലോങ്സ് ടു R2. സോ R2 നമ്മുടെ 0 വെക്ടർ ഉണ്ടെന്ന് കിട്ടി. നെഗറ്റീവ് വെക്ടർ A1 A2ന്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് നമ്മുടെ ഈ 0 വെക്ടർ കിട്ടുക? -A1, -A2 അല്ലെ? കാരണം A1ന്റെ കൂടെ -A1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. A2ന്റെ കൂടെ -A2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. സോ A1 A2ന്റെ നെഗറ്റീവ് എലമെന്റ് എന്ന് പറയുന്നത് എന്താ വരിക? -A1, -A2. ഇത് R2 എലമെന്റ് ആണോ? അതെ. സോ R2 ആരുണ്ട്? നെഗറ്റീവ് എലമെന്റ് ഉണ്ട്. സോ അഡീഷന്റെ 5 പ്രോപ്പർട്ടിയും നമ്മൾ വെരിഫൈ ചെയ്തു, അത് ഓക്കെ ആണ്. ഇനി നമ്മൾ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനിലേക്ക് കിടക്കുകയാണ്. 6th പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടി എന്താ വരിക? ആദ്യം നമ്മളൊരു സ്കെയിലർ എടുക്കുന്നു. ഞാൻ പറഞ്ഞിരുന്നു സ്കെയിലർ എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. K ബിലോങ്സ് ടു R. ഇനി വിയിലൊരു എലമെന്റ് എടുക്കുന്നു, A1, A2. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? K ഇൻറ്റു A1 A2 ബിലോങ്സ് ടു വി, അതായത് R2 എന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് നോക്കാം. K ഇൻറ്റു A1 A2 എന്ന് പറയുന്നത് എന്താ? KA1, KA2. ഇത് R2 എലമെന്റ് തന്നെയല്ലേ? അതെ. സോ 6th പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ്. 7th പ്രോപ്പർട്ടി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് K ഇൻറ്റു A പ്ലസ് ബി ഈക്വൽ ടു KA പ്ലസ് KB എന്നാണ് ഡെഫിനിഷൻ പ്രകാരം. എയുടെ സ്ഥാനത്ത് നമുക്കിവിടെ എന്താ വരിക? A1 A2. ബിയുടെ സ്ഥാനത്ത് എന്താ വരിക? B1 B2. ഇത് നമ്മൾ K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ആദ്യം ഞാൻ ബ്രാക്കറ്റിലുള്ളതാണ് ചെയ്യുക. ബ്രാക്കറ്റിലുള്ളത് അഡീഷൻ ആയതുകൊണ്ട് ആദ്യം ഞാൻ ആഡ് ചെയ്യും. ആഡ് ചെയ്തതിനു ശേഷം സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. ഞാൻ ഇവിടെ സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് എനിക്ക് LHS കിട്ടുന്നത്. RHS കിട്ടുന്നത് ഇങ്ങനെയാണ്. ഇനി നമ്മൾ നോക്കുക, LHS ഈക്വൽ ടു RHS ആണോ? ആണ്. സോ 7th പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ്. 8th പ്രോപ്പർട്ടി. 8th പ്രോപ്പർട്ടി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? K1 പ്ലസ് K2 ഇൻറ്റു A ഈക്വൽ ടു K1A പ്ലസ് K2A എന്നാണ്. സോ ആദ്യം നമ്മൾ LHS എടുക്കുന്നു, ഫൈൻഡ് ചെയ്യുക, RHS എടുക്കുക, ഇതിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. പറ്റുന്നുണ്ട്. സോ LHS ഈക്വൽ ടു RHS. ഞാനിവിടെ സ്റ്റെപ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങളത് നോക്കി ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. 9th പ്രോപ്പർട്ടി K1 ഇൻറ്റു K2 ഇൻറ്റു A ഈക്വൽ ടു K1 K2 ഇൻറ്റു A എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ LHS എടുക്കും. LHS എന്ന് പറയുന്നത് K1 ഇൻറ്റു K2A ഈക്വൽ ടു K1 ഇൻറ്റു K2 ഇൻറ്റു A എന്ന് പറയുന്നത് എന്തായിരിക്കും? A1, A2. ദിസ് ഈസ് ഈക്വൽ ടു K1 ഇൻറ്റു, ആദ്യം ഫസ്റ്റ് ബ്രാക്കറ്റിലുള്ളതാണ് ചെയ്യേണ്ടത്, K2 A1, K2 A2. ഇതാണ് LHS. ഇതേപോലെ RHS ചെയ്യണം. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, K1 എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണ്. അതുകൊണ്ട് തന്നെ K1നെ 2 കമ്പോണന്റ് ആയിട്ട് എഴുതരുത്. K1 റിയൽ നമ്പർ ആണ്, K2 റിയൽ നമ്പർ ആണ്. അപ്പൊ ഒരു കമ്പോണന്റ്, ഒരു നമ്പറേ ഉണ്ടാവുള്ളൂ, K1 K2 എന്ന്. A എന്ന് പറയുന്നതാണ് R2 എലമെന്റ്. അതുകൊണ്ട് Aക്ക് എന്തുണ്ടായിരിക്കും? 2 കമ്പോണന്റ് ഉണ്ടായിരിക്കും. LHS ഈക്വൽ ടു RHS ആണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. 10th പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 1 ഇൻറ്റു A ഈക്വൽ ടു A എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. 1 ഇൻറ്റു എയുടെ സ്ഥാനത്ത് എന്താ വരിക? A1 A2. എന്താ 1 ഇൻറ്റു A1 A2 എന്ന് പറഞ്ഞാൽ? 1 ഇൻറ്റു A1, 1 ഇൻറ്റു A2. ദിസ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു A1 എന്ന് പറഞ്ഞാൽ A1, 1 ഇൻറ്റു A2 എന്ന് പറഞ്ഞാൽ A2. സോ 1 ഇൻറ്റു A1 A2 ഈക്വൽ ടു A1 A2 എന്ന് കിട്ടി. സോ 10th പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ 10th പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഇത് എന്താണ്? വെക്ടർ സ്പേസ് ആണ്. R2 is a vector space with usual addition and scalar multiplication. അടുത്ത 2 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആണ്. നിങ്ങളത് ട്രൈ ചെയ്യുക. നമുക്ക് നാളെ അടുത്തൊരു ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ലെറ്റ് C ഓഫ് ക്ലോസ് ഇന്റർവൽ AB be the set of all real valued functions defined on the closed interval A, B. For any f, G belongs to C of closed interval AB and alpha belongs to R. ഈ ആൽഫ എന്ന് ഉദ്ദേശിക്കുന്നത്, ഞാനിവിടെ മുമ്പൊക്കെ നമ്മൾ എടുത്തിരുന്നത് K എന്നാണ്. ഇത് സ്കെയിലറിനെയാണ് ഉദ്ദേശിക്കുന്നത്. വേണ്ട, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വേണ്ട. നമുക്ക് ഇങ്ങനെ മാത്രം നോക്കിയാൽ മതി. C of closed interval AB be the set of all real valued continuous functions. We have to prove that C of closed interval AB is a vector space. വെക്ടർ സ്പേസ് എന്ന് പറയുമ്പോൾ 2 ഓപ്പറേഷൻ വേണം. ഒന്ന് അഡീഷനും ഒന്ന് മൾട്ടിപ്ലിക്കേഷനും. അഡീഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക, സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് C ഓഫ് ക്ലോസ് ഇന്റർവൽ AB വെക്ടർ സ്പേസ് എന്നാണ്. അപ്പൊ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഒന്ന് ഞാൻ ക്ലൂ പറഞ്ഞു തരാം. എന്താണ് C ഓഫ് ക്ലോസ് ഇന്റർവൽ AB എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലോസ് ഇന്റർവൽ ABയിൽ നിന്ന് നമുക്ക് കുറേ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻസുകൾ എടുക്കുക. എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷൻസും എടുക്കുക. അതൊരു സെറ്റാണ്. ആ സെറ്റ് വെക്ടർ സ്പേസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്.
സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഈസ് എ വെക്ടർ സ്പേസ്. അപ്പൊ അങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിനൊരു അഡീഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ. അഡീഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഫംഗ്ഷൻസിന്റെ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നമ്മുടെ ഈ ഗൈഡിലാണെങ്കിൽ അതിന്റെ ആൻസർ ഉണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.